PSC PYQ ഡിസ്കഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. ന്യൂനമർദ്ദ മേഖലയിൽ നിന്നും ഉച്ചമർദ്ദ മേഖലയിലേക്ക് കാറ്റുകൾ വീശുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. മൂന്നാമത്തെ പ്രസ്താവന, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം. ഇനി ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ന്യൂനമർദ്ദ മേഖലയിൽ നിന്നും ഉച്ചമർദ്ദ മേഖലയിലേക്ക് കാറ്റുകൾ വീശുന്നു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ എന്താണ് ശരി? ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റുകൾ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദികളുടെ ശരിയായ പോഷക നദികൾ ഏതെല്ലാം? ചമ്പൽ, ബനാസ്, കൃഷ്ണ, ഇന്ദ്രാവതി, ഗോദാവരി, കൊയ്ന, കാവേരി, കബനി. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം. അതായത് തന്നിട്ടുള്ളവയിൽ ശരിയായ നദികളുടെ ശരിയായ പോഷക നദികൾ എന്ന് പറയുന്നത് ചമ്പൽ, ബനാസ്. ചമ്പൽ എന്ന നദിയുടെ പോഷക നദിയാണ് ബനാസ്, ശരിയാണ്. കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. അപ്പോൾ അതുകൊണ്ട് തന്നെ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഇനി മറ്റ് നദികളുടെ പോഷക നദികൾ നോക്കാം. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് തുംഗഭദ്ര, ഭീമ, കൊയ്മ. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് തുംഗഭദ്ര, ഭീമ, കൊയ്മ. ഇനി ഗോദാവരി നദിയുടെ പോഷക നദികളാണ് പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. ഗോദാവരി നദിയുടെ പോഷക നദികളാണ് പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. അപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഇനി കൂടാതെ കുറച്ച് ഒരു നദിയുടെ കൂടി പോഷക നദികൾ നോക്കാം. മഹാനദിയുടെ പോഷക നദിയാണ് ഇബ്, ടെല്ല്. കാവേരിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നുപോകുന്ന തിരമാലകളുടെ എണ്ണം. ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നുപോകുന്ന തിരമാലകളുടെ എണ്ണം. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, തിര ആവൃത്തി. അപ്പോൾ തിരമാലയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. തിരാശിഖരം എന്ന് പറയുന്നത് ഒരു തിരയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് തിരാശിഖരം. അപ്പോൾ തിരാതടം എന്ന് പറയുന്നത് ഒരു തിരയുടെ ഏറ്റവും താഴ്ന്ന ഭാഗം. ഇനി ഇവിടെ മറ്റുള്ള ഓപ്ഷൻസ് ആണ്. തിരാദൈർഘ്യം എന്ന് പറയുന്നത് 2 സമീപ തിരാശിഖരങ്ങൾക്കിടയിലെ തിരശ്ചീന ദൂരമാണ് തിരാദൈർഘ്യം. 2 അടുത്തടുത്തുള്ള തിരാശിഖരം എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, ഒരു തിരയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ്. അപ്പോൾ ആ 2 തിരാശിഖരങ്ങൾക്കിടയിലെ തിരശ്ചീന ദൂരമാണ് തിരാദൈർഘ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് തിരാകാലം എന്താണെന്ന് നോക്കാം. സമീപസ്ഥങ്ങളായ 2 തിരാശിഖരങ്ങളോ തിരാതടങ്ങളോ ഒരു നിശ്ചിത സ്ഥാനം പിന്നിടാനെടുക്കുന്ന സമയം. അപ്പോൾ തിരാകാലം എന്ന് പറയുന്നത് അടുത്തടുത്തുള്ള 2 തിരാശിഖരങ്ങൾ അല്ലെങ്കിൽ തിരാതടങ്ങളോ ഒരു നിശ്ചിത സ്ഥാനം പിന്നിടാനെടുക്കുന്ന സമയമാണ്. ഇനി അടുത്തതാണ് തിര ആയതി, അതായത് തിരോന്നതിയുടെ നേർപകുതിയാണ് തിര ആയതി. അപ്പോൾ തിരോന്നതി എന്താണെന്ന് നോക്കാം. ഒരു തിരാശിഖരത്തിനും തിരാതടത്തിനുമിടയിലെ ലംബദൂരമാണ് തിരോന്നതി. അപ്പോൾ തിരാശിഖരം എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, ഒരു തിരയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് തിരാശിഖരം. താഴ്ന്ന ഭാഗമാണ് എന്ത്? തിരാതടം. അപ്പോൾ ഇവ രണ്ടിൻ്റെയും ഇടയിലെ ലംബദൂരമാണ് എന്ത്?
തിരോന്നതി. അപ്പോൾ തിര ആയതി എന്ന് പറയുമ്പോൾ തിരോന്നതി എന്താണെന്ന് മനസ്സിലാക്കി. ആ തിരോന്നതിയുടെ നേർപകുതിയാണ് തിര ആയതി. ഓക്കെ, ഇനി അടുത്ത 10ാമത്തെ ചോദ്യം ക്യാൻസലായ ചോദ്യമാണ്. അടുത്തത് 11ാമത്തെ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. വയനാട് ജില്ല രൂപീകൃതമായത് 1981 നവംബർ 1. 2. വയനാട് ജില്ലയിൽ 3 താലൂക്കുകൾ ഉണ്ട്. 3ാമത്തെ പ്രസ്താവന 700 മീറ്റർ മുതൽ 2100 മീറ്റർ വരെയാണ് വയനാട് പീഠഭൂമിയുടെ ഉയരം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 2 and 3. 2ഉം 3ഉം പ്രസ്താവനയാണ് ശരി. അപ്പോൾ എന്തുകൊണ്ടാണ് 1ാമത്തെ പ്രസ്താവന തെറ്റായത്? വയനാട് ജില്ല രൂപീകൃതമായത് 1980 നവംബർ 1 ഓക്കെ, ഇനി അടുത്ത ചോദ്യം. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൺ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൺ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലമാണ് ഓപ്ഷൻ എ ചിറ്റൂർ. ഇനി അടുത്ത ചോദ്യം. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്: എ. ആധുനികവും പരമ്പരാഗതവുമായ വ്യവസായങ്ങൾ. ബി. പൊതുമേഖലയും സ്വകാര്യ മേഖലയും. സി. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, പൊതുമേഖലയും സ്വകാര്യ മേഖലയും. അതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇനി അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ? എ. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ. ബി. ജലസേചനം. സി. രാസവള പ്രയോഗം. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എല്ലാ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 15ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? എ. റഷ്യ. ബി. ഇംഗ്ലണ്ട്. സി. യുണൈറ്റഡ് സ്റ്റേറ്റ്. ഡി. ജർമ്മനി. ഉത്തരം റഷ്യ. 16ാമത്തെ. ഇന്ത്യൻ ജനസംഖ്യയുടെ 70% ആളുകളും ഏർപ്പെട്ടിരിക്കുന്ന മേഖല ഏതാണ്? ഉത്തരം പ്രാഥമിക മേഖലയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ 3 മേഖലയാണ് ഉള്ളത്: പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇനി പ്രാഥമിക മേഖല എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രാഥമിക മേഖലയിൽ വരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം, ഖനനം തുടങ്ങിയവയൊക്കെ പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി ദ്വിതീയ മേഖല എന്ന് പറയുന്നത് വ്യവസായം, നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ദ്വിതീയ മേഖലയിൽ വരുന്നത്. വൈദ്യുതി, അതുപോലെ തന്നെ ഗ്യാസ്, ഇതൊക്കെ തന്നെ ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി തൃതീയ മേഖല എന്ന് വെച്ചാൽ പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക തുടങ്ങി എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും കാര്യക്ഷമമാക്കുന്നത് തൃതീയ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇപ്പം ആരോഗ്യം, വിദ്യാഭ്യാസം, വാർത്താവിനിമയം, ഗതാഗതം, വ്യാപാരം, വാണിജ്യം ഇവയൊക്കെ തന്നെ തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. ഇന്ന് ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.